ഹായ് ഗൈസ്, നമ്മുടെ സാംസങ് ഡിവൈസസിൽ നമ്മുടെ വോളിയം ബട്ടണോ പവർ ബട്ടണോ കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകും. അവിടെ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കാശ് വയ്ക്കുക അവർ ഇത് റിപ്പയർ ചെയ്ത് കിട്ടാൻ, ഈ പവർ ബട്ടണും വോളിയം ബട്ടണും മാറ്റണമെങ്കിൽ. പക്ഷേ സർവീസ് സെൻറ്ററിൽ പോവാതെ തന്നെ നമുക്ക് ഈ വോളിയം ബട്ടണും പവർ ബട്ടണും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ആക്സസിബിലിറ്റീൻ്റെ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻട്രാക്ഷൻ്റെ ഒരു ഓപ്ഷൻ കാണും, ഈ ഓപ്ഷന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് മെനു ഉണ്ടാവും, അതൊന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് പെർമിഷൻസ് ചോദിക്കും, അപ്പോൾ അത് എലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിഹ്നം വരും നമ്മുടെ ഫോണിൽ. ഇപ്പോൾ ഈ ചിഹ്നം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോളിയൂമിൻ്റെ ബട്ടൺ കേടാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വോളിയൂം ഇവിടുന്ന് ഇൻക്രീസും ഡിക്രീസ് ചെയ്യാനും പറ്റും. മീഡിയയുടെ വോളിയൂം, അതേമാതിരി റിംഗ് ടോണിൻ്റെ വോളിയൂം ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ, വൈബ്രേറ്റിലിടണോ മ്യൂട്ടിലിടണോ, അതിൻ്റെ ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതേമാതിരി ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓഫ് ആക്കാനും പറ്റും. അതേമാതിരി ഒന്നുകൂടി ഞാൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പവർ ഓഫ് മെനു വരും. മീൻസ് പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല, പവർ ഓഫ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ഓഫ് മെനു വന്നു, പവർ ഓഫ്, റീസ്റ്റാർട്ട്, എമർജൻസി കോള്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ പഴയ ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ വോളിയം ബട്ടണോ പവർ ബട്ടണോ ഒക്കെ കേടാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ല, അത്ര കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഇത് എവിടെ വേണേൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്